വെൽക്കം ഡിവൈൻ ടാരോട്ട് മലയാളത്തിലേക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നാളെ നിങ്ങളെന്ന പേഴ്സണാലിറ്റി സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒത്തിരി പേരുടെ എനർജി ഇതിലുണ്ടാകും. ഇതൊരു ജനറൽ റീഡിംഗ് മാത്രമാണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല, കാരണം ഒത്തിരി പേരുടെ എനർജി ഇതിലുണ്ടാകും. ഓക്കെ, ഈ ഒരു വീഡിയോ കാണുന്ന പല ആളുകളും റിലേഷൻഷിപ്പിലുള്ള ആളുകളായിരിക്കും. നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് അറിയാനായിട്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. വേറെ എന്തെങ്കിലും ചെയ്യുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഇത് കാണാതിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് കാൽമാക്കിയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു 1-2 ടൈം വരെയെങ്കിലും നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്യുക. മറ്റു കാര്യങ്ങളിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ഫേസ് നിങ്ങൾ ഓർക്കുക. നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ചിലവഴിച്ചിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സുകളെ നിങ്ങൾ ഓർക്കുക. ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് പാടില്ല, പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. നല്ല നല്ല ഓർമ്മകൾ മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ഫേസ് കാണുന്നു എന്ന് വിചാരിക്കുന്നു. അവരുമായിട്ട് നിങ്ങൾ ചിലവഴിച്ചിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സുകളെ നിങ്ങൾ ഓർക്കുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഓർത്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ യൂണിവേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാം, എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് യൂണിവേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണ് യൂണിവേഴ്സ് അതിനുള്ള ഉത്തരമായിട്ട് തരുന്നത് എന്ന് ചോദിക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ടൈം കിട്ടിയിട്ടുള്ള കാർഡാണ് നൈറ്റ് ഓഫ് സോർട്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് എന്താണെന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, നമുക്ക് 9 ഓഫ് വാൻഡ്സ് ആണ് കിട്ടിയിട്ടുള്ള കാർഡ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ദി ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ 10 ഓഫ് വാൻഡ്സ് കിട്ടിയിട്ടുണ്ട്, 3 ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്, കിങ് ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട്, 7 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്, 2 ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് കാണുന്ന ആൾക്കാർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് തന്നെ ചോദിച്ചു നോക്കാം. എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണെ എന്തെങ്കിലും ഒരു തരത്തിൽ ഹേർട്ടാവുന്ന രീതിയിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. കാരണം നമുക്കിവിടെ 10 ഓഫ് വാൻഡ്സ് കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ 9 ഓഫ് വാൻഡ്സ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളോടുള്ള അട്രാക്ഷനും നിങ്ങളോടുള്ള സ്നേഹം എല്ലാം ജെന്യൂനാണ്. നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളെടുത്തിരിക്കണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുമായിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സുകളും കാര്യങ്ങളെല്ലാം അവർക്കിഷ്ടമാണ്. അറ്റ് ദ സെയിം ടൈം തന്നെ നമുക്കിവിടെ 7 ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. അവർ ഭയങ്കര കൺഫ്യൂഷനാണ്. അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഹേർട്ടായിട്ടുണ്ട്, പേടിയാവുന്നുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നത് പോലെ തന്നെ നല്ല രീതിയിൽ അവർക്ക് പേടിയുള്ളതായിട്ടും കാണുന്നു. ഈ വീഡിയോ കാണുന്നവരിൽ പലർക്കും അറിയാം പാസ്റ്റ് ലൈഫിൽ നടന്നിട്ടുള്ള എന്തോ ഒരു കാര്യത്തിനാണ് അവർക്ക് ഹേർട്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം പാസ്റ്റ് ലൈഫിൽ എന്താണ് നടന്നിട്ടുള്ളത്, ആ ഒരു ഇഷ്യൂ എന്താണെന്നുള്ളത് അറിയാം. ചിലപ്പോൾ നിങ്ങളുടെ ഒരു വാക്കുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രവൃത്തി കൊണ്ടായിരിക്കാം. വീണ്ടും നിങ്ങളോട് കൂടുതലായിട്ടും അടുക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു പേടി ഇപ്പോഴും ഉണ്ട്, വീണ്ടും ഹേർട്ടാകുമോ എന്നുള്ളൊരു പേടി. കാരണം ഈ ഒരു നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള, ഒരുപാട് റെസ്പോൺസിബിലിറ്റി കൂടിയിട്ടുള്ള ഒരു ലൈഫായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിനിടയിലൂടെ കുറച്ച് സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളടുത്തേക്ക് വരുന്നത്. വീണ്ടും നിങ്ങൾ ഹേർട്ടാവുന്ന രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് ആൾക്ക് ഫുൾ കൺഫ്യൂഷനാണ്, എങ്ങനെ ഞാനിത് മുന്നോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമെന്നുള്ളത്. നിങ്ങളോട് സംസാരിക്കണം, ഒരു ഇമ്പൾസീവായിട്ട് നിങ്ങളെടുത്ത് വരണം, സംസാരിക്കണം എന്നൊക്കെ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് അടുത്തിരിക്കാനും നിങ്ങളോട്
റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോകാനും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ ബാലൻസ് ഇല്ലാത്തൊരവസ്ഥയാണ്. അത് മെയിനായിട്ടും കാണിക്കുന്നത് എന്താണ്, നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് ഇവരെ ഹേർട്ടാക്കിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ആ ഒരു ബാലൻസ് ഇല്ലാത്ത അവസ്ഥ ഇവരുടെ ഭാഗത്തുനിന്ന് വന്നൊരു തെറ്റായിട്ട് കാണാനായിട്ട് പറ്റില്ല. കുറച്ചുകൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ പേഴ്സണെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളോടുള്ള ഫീലിങ്സ് ഒരിക്കലും അതിലൊരു കളങ്കമില്ല എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ജെന്യുവൻ ആയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വൈബ് തന്നെയാണ് അവർക്കുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിൽ ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവാം. ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോകാനിടയുണ്ടായിട്ടുള്ള കാരണം ചിലപ്പം അവർക്ക് ഹേർട്ടായതുകൊണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളോടുള്ള ഫീലിങ്സ് ഒരിക്കലും അവർ മറന്നിട്ടില്ല. നല്ല നല്ല മൊമെൻറ്റ്സുകളൊക്കെ അവർ ഓർക്കുന്നുണ്ട്. ഇമ്പൾസീവായിട്ടുള്ള, അതായത് നമുക്ക് ഫസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. പെട്ടെന്ന് തന്നെ നിങ്ങളെ കാണണം, നിങ്ങളോട് സംസാരിക്കണം എന്നുള്ള ഒരു ആവേശത്തിൻ്റെ പുറത്ത് നിങ്ങൾ കാണാനായിട്ട് വരണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം തന്നെ എങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം, നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചെങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള പേടി കൊണ്ടൊക്കെ അവർ മാറി നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പം അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ജെനുവിനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയാണ് നല്ല രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഞാൻ നേരത്തെയും പറഞ്ഞു കഴിഞ്ഞു, കുറച്ച് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൂടിയിട്ടുള്ള ഒരു ലൈഫാണ്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഇന്നത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ പറയാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി റീഡിംഗ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ ചോദിക്കാവുന്നതുമാണ്. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിലൂടെ പറയാവുന്നതാണ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ടെൻഷനൊന്നും അടിക്കാതെ നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക.